ദ്വൈപായനോ വിരഹകാതരാജുഹാവാ പുത്രേതി തന്മയതയാതരവോഭിനേതുത്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. സർവഭൂതഹൃദയം, സകല ചരാചരങ്ങളിലും സർവേശ്വരനായിരിക്കുന്ന ഭഗവാനെ മാത്രം കണ്ടുകൊണ്ട് നടക്കുന്നയാളാണ് ഭാഗവതം പറയണത്, അല്ലേ? അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, ഭാഗവതം പറയാനായിട്ട് വന്നിരിക്കുന്ന സമയത്ത് എന്ത് വേണം? ശ്രീശുക ബ്രഹ്മർഷിയെ പോലെ ആവാൻ സാധിക്കണം എന്ന് പറയും. എവിടെ നോക്കിക്കഴിഞ്ഞാലും ഭഗവാനെ മാത്രം കണ്ടുകൊണ്ട് നമുക്ക് ഇവിടെ ഇരുന്ന് ഭാഗവതം പറയാൻ സാധിക്കുന്നുണ്ടോ? ഇവിടെ ഇരുന്നു കൊണ്ട് ഭാഗവതം കേൾക്കുമ്പോൾ എപ്പോഴും ഭഗവാനെ തന്നെ നമുക്ക് മനസ്സിലേക്ക് ധ്യാനിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? അപ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ ആനന്ദം ഉണ്ടാവുക, അല്ലേ? ഭാഗവതം സമാധി ഭാഷയാണ് എന്ന് പറയും. സമാധിനാനുസ്മര തദ്വിചേഷ്ടിതം, സമാധിന അനുസ്മര തത് വിചേഷ്ടിതം. സമാധിയിൽ വേദവ്യാസ മഹർഷി കണ്ടതായിരിക്കുന്ന ആ കാര്യമാണ് ഇവിടെ ഭാഗവതമായിട്ട് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നത്. ഭാഗവതം എന്ന് പറഞ്ഞാൽ ഏത് ഭാഷയാണ് എന്ന് ചോദിക്കുമ്പോൾ ഒറ്റ ഉത്തരേ ഉള്ളൂ. എന്താണ്? സമാധി ഭാഷയാണ് ഭാഗവതം. സമാധിയിലിരുന്ന് പറയണം, സമാധിയിലിരുന്ന് കേൾക്കാനായിട്ട് സാധിക്കണം. അപ്പോഴാണ് ആനന്ദത ഉണ്ടാവുക. സമാധി എന്ന് പറഞ്ഞാലോ ധി സമമായിരിക്കുന്ന അവസ്ഥയ്ക്കാണ് സമാധി എന്ന് പറയുക. ബുദ്ധി സമമായിട്ടിരിക്കണം എന്ന് പറയും, അല്ലേ? ബുദ്ധി സമമായിരിക്കുന്ന അവസ്ഥയ്ക്കാണ് എന്താ സമാധി പറയുക. അപ്പം സമം എന്ന് പറഞ്ഞാലോ ഉപനിഷത്തുകൾ വർണ്ണിക്കും, സമോ വൈ ബ്രഹ്മ എന്ന് പറയും. സമം എവിടെയൊക്കെ നമ്മൾ കാണുന്നുണ്ടോ അവിടെയൊക്കെ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ബ്രഹ്മം എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. എല്ലാ വസ്തുക്കളിലും ബ്രഹ്മത്തിനെ മാത്രം, ഭഗവാനെ മാത്രം കൊണ്ട് നടക്കുന്നതായ സാക്ഷാൽ ശ്രീശുക ബ്രഹ്മർഷിയെ വീണ നമസ്കരിച്ചുകൊണ്ടാണ് ഭാഗവത മഹാത്മ്യം ആരംഭിക്കുന്നത്. നൈമിഷേ സൂതമാസീനമഭിവാദ്യ മഹാമതിം കഥാമൃതരസാസ്വാദകുശല ശൗനകോ ബ്രവീത്. നൈമിഷാരണ്യത്തിൽ വെച്ച് സൂത ശൗനക സംവാദം. നൈമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ, അല്ലേ, നിമിഷം കയറി വരാത്ത സ്ഥലത്തിനാണ് നൈമിഷം എന്ന് പറയുക. നിമിഷൻ എന്ന പേരായിട്ടൊരു അസുരൻ ഉണ്ടായിരുന്നു അത്രേ. ആ അസുരനെ വധിച്ചതായിരിക്കുന്ന സ്ഥലത്തിനാണ് നൈമിഷം എന്നതാ പറയാം. അപ്പോൾ ഭാഗവതം കേൾക്കാനായിട്ട് നമ്മൾ വന്നിരിക്കുന്ന സമയത്ത്, അല്ലേ, നിമിഷം നമ്മളെ ബാധിക്കില്ല പറയും. കാലം നമ്മളെ ഒരിക്കലും ബാധിക്കില്ല. കാലം ബാധിക്കാതിരിക്കണോ? കാലം ബാധിക്കാതിരിക്കണം എന്നാണ് എല്ലാവരും ജീവിതത്തിൽ ആഗ്രഹിക്കണത്, അല്ലേ? ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ അങ്ങനെ വയസ്സായി വരണേ അല്ലേ? വയസ്സായി വരണം എന്ന് ആർക്കും ആഗ്രഹമില്ല. എല്ലാവർക്കും ഇപ്പോഴും ചെറുപ്പമാവണം എന്ന് തന്നെ ആഗ്രഹം.